ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പാസ്പോർട്ട് ഇനി മുതൽ ഒരു അഡ്രസ് പ്രൂഫ് അല്ല. അഡ്രസ് പ്രൂഫായിട്ട് നമുക്കിനി പാസ്പോർട്ട് കൊടുക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഇനി പാസ്പോർട്ടിൽ നിങ്ങളുടെ അഡ്രസ്സേ ഉണ്ടാവില്ല. പാസ്പോർട്ടിൽ ബാക്ക് പേജിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര് പിന്നെ അഡ്രസ്സൊക്കെ ഉള്ള ഒരു പാസ്പോർട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി മുതൽ പാസ്പോർട്ടിൽ ഇങ്ങനെ ഒരു പേജില്ല. അച്ഛൻ്റെ അമ്മയുടെയും പേരും ഇനി പാസ്പോർട്ടിൽ ഉണ്ടാവില്ല. കാരണം അഡ്രസ്സ് ഇല്ലാത്തതിന് കാരണം അത് രഹസ്യം സൂക്ഷിക്കുക അല്ലെങ്കിൽ പേഴ്സണൽ വിവരങ്ങൾ പരമാവധി പുറത്തു പോവാതെ ഇരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് പറയുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും പേര് പാസ്പോർട്ടിൽ നിന്ന് നീക്കാൻ കാരണം സിംഗിൾ പേരൻ്റ് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ നമ്മുടെ രാജ്യത്തും ആയിട്ടുണ്ട്. അപ്പോൾ ഒരു അമ്മ സ്വന്തമായിട്ട് കുഞ്ഞിനെ ഗർഭം ധരിച്ച് വളർത്തുന്നു. അതുകൂടാതെ അവർക്ക് ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്താം. അപ്പോൾ അതിൻ്റെ അച്ഛൻ്റെ പേരോ ഒന്നും ഉണ്ടാവുകയില്ല, അവർക്ക് അറിയുകയുമില്ല എന്ന് വരാം. അപ്പോൾ അത് പാസ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അച്ഛനില്ല എന്ന് പറഞ്ഞ് പാസ്പോർട്ടിൽ വരുന്നതിനേക്കാൾ നല്ലത് അച്ഛൻ്റെ അമ്മയുടെയും പേര് തന്നെ പാസ്പോർട്ടിൽ നിന്ന് ഇല്ലാതാവുന്നതല്ലേ. അപ്പോൾ കുട്ടികളുടെ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ അച്ഛൻ്റെ അമ്മയുടെയും പേര് പാസ്പോർട്ടിൽ നിന്ന് നീക്കുവാൻ തീരുമാനിച്ചു. ഇനിയും അഡ്രസ്സും ഇല്ലാവില്ല. പകരം എന്താണുള്ളത്? പകരം അവിടെ ഒരു ബാർകോഡ് ഉണ്ടാവും. ഗവൺമെൻറ് ഓഫീഷ്യൽസും ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും ഈ ബാർകോഡ് റീഡ് ചെയ്തിട്ട് ഈ വിവരങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ആരുടെ പേരാണ് അതിലുള്ളത്, അച്ഛൻ്റെ ആണോ അമ്മയുടെ ആണോ, ആ പേര് കാണാൻ സാധിക്കും. അവരുടെ അഡ്രസ്സും ബാർകോഡ് റീഡ് ചെയ്യുന്നതിലൂടെ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാം ഡിജിറ്റലാവുകയാണ്. നമ്മുടെ പാസ്പോർട്ടും കൂടുതൽ മാറ്റങ്ങൾ വരികയാണ്. ഇനി മുതൽ ഇത് എന്ന് മുതൽ നിലവിൽ വരും എന്ന് വ്യക്തമായിട്ടില്ല. എന്തായാലും ഉടൻ തന്നെ അത് നിലവിൽ വരും. കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്താൽ മാത്രം മതിയാവും. ഇനി പാസ്പോർട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളുകളിൽ നിങ്ങളുടെ പാസ്പോർട്ട് ഒരു അഡ്രസ് പ്രൂഫായി കൊടുക്കാം എന്ന് വിചാരിക്കണം.